വിധിയെ തോൽപ്പിച്ച് ജീവിതം മാറ്റിമറിച്ച എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാറാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ താരം. വിധി മാറ്റിയെഴുതിയാണ് പാർവതി ഗോപകുമാർ സിവിൽ സർവീസ് എന്ന സ്വപ്നത്തിലെത്തിയത്. ആരും പതറിപ്പോകുന്ന സാഹചര്യത്തിൽ നിന്ന് നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൊണ്ട് ജീവിതം വീണ്ടെടുത്ത പാർവതിയുടെ മുന്നിൽ പ്രതിസന്ധികൾ ഒരു വെല്ലുവിളിയായില്ല. പാർവതിയുടെ കഥ കേട്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. 2010 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പാർവതിയുടെ ജീവിതം മാറിമറിഞ്ഞ ആ സംഭവം ഉണ്ടായത്. അച്ഛനോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെയുണ്ടായ അപകടം. ആ അപകടം വലത് കൈ കവർന്നെടുത്തു. കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ റോഡിൽ തെറിച്ചു വീണ പാർവതിയുടെ വലങ്കൈയിലൂടെ KSRTC ബസ് കയറി ഇറങ്ങി. പഠിക്കാൻ മിടുക്കിയായിരുന്ന പാർവതിയെ അപകടം ആകെ ഉലച്ചു. പക്ഷെ തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറായില്ല. മുറിവുണങ്ങും മുമ്പ് മുട്ടിന് താഴെ മുറിച്ചു മാറ്റിയ വലങ്കൈയുമായി 7ാം ക്ലാസ് പരീക്ഷ, അതായത് വാർഷിക പരീക്ഷ എഴുതാനെത്തി. ഒരു വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ ഇടം കൈയാൽ വടുവൊത്ത അക്ഷരം എഴുതി തുടങ്ങി. 9ാം ക്ലാസ്സിൽ ഹോസ്റ്റലിലേക്ക് മാറിയതോടെ ഒറ്റ കൈ കൊണ്ട് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പഠിച്ചു. 10ാം ക്ലാസ്സിൽ കണക്കിനൊഴികെ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി വിജയിച്ചു. തുടർന്ന് അമ്പലപ്പുഴ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 ഹ്യൂമാനിറ്റീസിന് ഫുൾ മാർക്കോടെ പാസ്സായി. LLB ആയിരുന്നു അടുത്ത സ്വപ്നം. കുസാറ്റിലെ LLB എൻട്രൻസിൽ 1ാം റാങ്കും നാഷണൽ എൻട്രൻസ് ആയ ക്ലാറ്റിൽ 200ാം റാങ്കും സ്വന്തമാക്കി. ബാംഗ്ലൂർ നാഷണൽ ലോ സ്കൂളിൽ നിന്ന് 2021 നിയമബിരുദം നേടി. ആലപ്പുഴ സബ് കളക്ടറായ കൃഷ്ണ തേജയാണ് IAS മോഹം പകർന്നത്. 2022 ആദ്യ ശ്രമത്തിൽ പ്രിലിമിനറി പരീക്ഷയിൽ തോറ്റു. രണ്ടാമത്തെ ശ്രമം തുണച്ചു. 282ാം റാങ്കോടെ കേരള കേഡറിൽ IAS ലഭിച്ചു. 2024 ബാച്ച് IAS ട്രെയിനികളിൽ കേരള കേഡറിലേക്ക് നിയോഗിച്ച 5 പേരിൽ ഏക മലയാളിയാണ് പാർവതി. മാതാപിതാക്കളായ ആലപ്പുഴ കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി തഹസീൽദാർ KS ഗോപകുമാറും അധ്യാപിക ശ്രീകല S നായരും മകളുടെ സ്വപ്നങ്ങൾക്കൊപ്പം എന്നും കൂടെ നിന്നു. സഹോദരി രേവതി ഗോപകുമാറും ആവുന്നത്ര പിന്തുണ നൽകി. ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോൾ പുതിയ ജോലി മനസ്സിലാക്കുന്ന തിരക്കിലാണ് പാർവതി. പഠനം ഇഷ്ടമാണെന്നാണ് പാർവതി ഗോപകുമാർ പറയുന്നത്. പാർവതിയുടെ ഈ നിശ്ചയദാർഢ്യവും മനക്കരുത്തും ഒരു സിനിമ കഥ പോലെയുണ്ട്. മിടുക്കരായ വിദ്യാർത്ഥികൾക്കൊരു മാതൃകയുമാണ്. ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ ഉയരങ്ങൾ കീഴടക്കാമെന്ന സന്ദേശമാണ് പാർവതിയുടെ ഈ കുഞ്ഞു ജീവിതം.